നമസ്കാരം. എല്ലാവർക്കും KTCT കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൻ്റെ BSc മാത്തമാറ്റിക്സിലെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് S5 BSc മാത്തമാറ്റിക്സിലെ കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ +1 പഠിക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ മൊഡ്യൂളിൽ വരുന്നത്. അതായത് എന്താണൊരു കോംപ്ലക്സ് നമ്പർ, രണ്ട് കോംപ്ലക്സ് നമ്പർ എങ്ങനെ ആഡ് ചെയ്യാം, എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, എങ്ങനെ ഡിവൈഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഡെഫിനിഷൻ: എ കോംപ്ലക്സ് നമ്പർ ഈസ് ആൻ എക്സ്പ്രഷൻ ഓഫ് ദി ഫോം a plus bi where a and b are real numbers and I equal to √(-1). ഓക്കെ, ഒരു കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ a+bi ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പറിനെയാണ് കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ x+iy എങ്ങനെ വേണമെങ്കിലും പറയാം. എയും ബിയും എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, ഐ എന്ന് പറയുന്ന സിമ്പൽ ഡിനോട്ട് ചെയ്യുന്നത് √(-1) ഡിനോട്ട് ചെയ്യുന്ന സിമ്പലാണ് ഐ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ I² എന്ന് പറയുന്നത് -1 ആയിരിക്കും. ഓക്കെ, ഒരു കോംപ്ലക്സ് നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ Z എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. അതാണ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ Z ഈക്വൽ ടു a+bi, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ Z ഈക്വൽ ടു x+iy. ഓക്കെ, വേർ എ എന്ന് പറയുന്നത് റിയൽ പാർട്ടാണെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ റിയൽ പാർട്ട് ഇസഡിൻ്റെ റിയൽ പാർട്ടിനെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് RE ഓഫ് Z. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന ഇമാജിനറി പാർട്ടാണ്, അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് IM ഓഫ് Z എന്ന് പറയുന്നത്. ഓക്കെ, ദ സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്, കോംപ്ലക്സ് നമ്പറിൻ്റെ ഹോൾ സെറ്റ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് ക്യാപിറ്റൽ C എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. റിയൽ നമ്പർ ക്യാപിറ്റൽ R കൊണ്ട് ഡിനോട്ട് ചെയ്യും, നാച്ചുറൽ നമ്പറിനെ N കൊണ്ട് ഡിനോട്ട് ചെയ്യും, അങ്ങനെയുള്ള ലെറ്റേഴ്സ്. അതാണ് കോംപ്ലക്സ് നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് C എന്ന് പറയുന്നത്. അടുത്ത ഡെഫിനിഷൻ: 2 കോംപ്ലക്സ് നമ്പേഴ്സ് Z1 ആൻഡ് Z2. രണ്ട് കോംപ്ലക്സ് നമ്പർ എന്താണ് ഈക്വൽ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഓക്കെ, രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് അതിൻ്റെ റിയൽ പാർട്ട് സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും, ഇമാജിനറി പാർട്ടും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ദ 2 കോംപ്ലക്സ് നമ്പേഴ്സ് Z1 ഈക്വൽ ടു a+bi ആൻഡ് Z2 ഈക്വൽ ടു c+di. ഓക്കെ, രണ്ട് കോംപ്ലക്സ് നമ്പർ, അതായത് Z1 Z2 എന്ന രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് അതിൻ്റെ റിയൽ പാർട്ട് ഈക്വൽ ആയിരിക്കും, അതായത് എയും സിയും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഇമാജിനറി പാർട്ടും ഈക്വൽ ആയിരിക്കും, അതായത് ബിയും ഡിയും ഈക്വൽ ആയിരിക്കും. ഇതാണ് രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ്. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ താഴെ പറയുന്നതിൻ്റെ അഡീഷൻ എങ്ങനെയാണ്, രണ്ട് കോംപ്ലക്സ് നമ്പർ എങ്ങനെ ആഡ് ചെയ്യാം, എങ്ങനെ സബ്ട്രാക്ട് ചെയ്യാം, എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ: ദ ഓപ്പറേഷൻ ഓഫ് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ആർ ഗിവൺ ബൈ. രണ്ട് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യുന്നു അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുന്നു, രണ്ടും ഒരുപോലെ തന്നെയാണ്. ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് കോംപ്ലക്സ് നമ്പർ a+bi, രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പർ c+di. ഓക്കെ, ആ രണ്ട് കോംപ്ലക്സ് നമ്പറും ആഡ് ചെയ്യുന്നു. ഓക്കെ, ആഡ് ചെയ്യുന്നു പറഞ്ഞാൽ അതിൻ്റെ മീനിങ് അതിൻ്റെ റിയൽ പാർട്ട് രണ്ടും ആഡ് ചെയ്യുക പ്ലസ് ഇമാജിനറി പാർട്ട് ആഡ് ചെയ്യുക ഇൻറ്റു i. ഇതാണ് എൻ്റെ മീനിങ്. അതായത് a+bi ± c+di ഈക്വൽ ടു ആദ്യം ഇമാജിനറി പാർട്ട് റിയൽ പാർട്ട് ആഡ് ചെയ്യുക, റിയൽ പാർട്ട് ആഡ് ചെയ്യുക a+or - c. അതായത് ആഡ് ചെയ്യുകയാണെങ്കിൽ a+c, സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ a - c പ്ലസ് അടുത്തത് ഇമാജിനറി പാർട്ട് ആഡ് ചെയ്യുക. ഇമാജിനറി പാർട്ട് എങ്ങനെ ആഡ് ചെയ്യുന്നത്? ഓക്കെ, ഇമാജിനറി പാർട്ട് വെച്ചാൽ ഫസ്റ്റിൻ്റെ ഇമാജിനറി പാർട്ട് ബിയും സെക്കൻഡിൻ്റെ ഇമാജിനറി പാർട്ട് ഡിയും ആണ്. ഓക്കെ, അത് ആഡ് ചെയ്യുക b+d, സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ b - d ഇൻറ്റു i. ഇതാണ് രണ്ട് കോംപ്ലക്സ് നമ്പറിൻ്റെ അഡീഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ. ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 കോംപ്ലക്സ് നമ്പേഴ്സ് ഈസ് ഡിഫൈൻഡ് ബൈ, രണ്ട് കോംപ്ലക്സ് നമ്പർ a+bi ഇൻറ്റു c+di. ഓക്കെ, രണ്ട് കോംപ്ലക്സ് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ രണ്ട് നമ്പർ ഓപ്പറേറ്റ് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ, ഓക്കെ, a+b ഇൻറ്റു c+d എന്നുള്ള നമ്പർ ഓപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ക്രോസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമല്ലോ ഓരോന്നും. ഓക്കെ, അതുപോലെ സാധാരണ ചെയ്യുന്ന നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അന്നേരം AC + IAD + IBC - BD എന്ന് വരും. ഓക്കെ, അതിൽ റിയൽ പാർട്ട് ഒരുമിച്ചാക്കുക, അതായത് AC - BD പ്ലസ് ഇമാജിനറി പാർട്ട് കോമൺ എടുക്കുക, I കോമൺ എടുക്കുന്നതിന് ബാക്കി വരുന്നത് BC + AD. അതായിരിക്കും രണ്ട് കോംപ്ലക്സ് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി കോംപ്ലക്സ് നമ്പറിൻ്റെ ഡിവിഷൻ. ദ ഡിവിഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ഈസ് ഗിവൺ ബൈ. ഓക്കെ, രണ്ട് കോംപ്ലക്സ് നമ്പറിൻ്റെ ഡിവിഷൻ. ഓക്കെ, അത് a+bi ഡിവൈഡഡ് ബൈ c+di എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ ഡിവിഷൻ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതായത് ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തന്നിട്ടൊരു കോംപ്ലക്സ് നമ്പർ തന്നിട്ട് a+bi ഫോമിൽ എഴുതാൻ ചോദിക്കാം. അത് ഈ ഫോമിലേക്കായിരിക്കും സാധാരണ ചോദിക്കുന്നത്. അതായത് a+bi ഡിവൈഡഡ് ബൈ c+di എന്നുള്ള ഫോമിൽ ഡിവിഷൻ വരുന്ന രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അത് ഈ ഡെഫിനേഷൻ മനസ്സിലാക്കിയാൽ മതി. അതായത് ഡിനോമിനേറ്ററിലൊരു കോംപ്ലക്സ് നമ്പർ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യാനുള്ളത് ആ ഡിനോമിനേറ്ററിലുള്ള കോംപ്ലക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഓക്കെ, ഏതൊരു കോംപ്ലക്സ് നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഐയുടെ ടേം പോസിറ്റീവ് ആണെങ്കിൽ അത് നെഗറ്റീവ് ആക്കുക, നെഗറ്റീവ് ആണെങ്കിൽ അത് പോസിറ്റീവ് ആക്കുക. ഓക്കെ, അതായിരിക്കും അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. ആ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോന്ന് ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്ററും പ്രത്യേകം മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്ത് അറേഞ്ച് ചെയ്യുമ്പോൾ AC മൈനസ് ADI പ്ലസ് BCI പ്ലസ് BD ദ ഹോൾ ഡിവൈഡഡ് ബൈ C² പ്ലസ് D² എന്ന് വരും. അതിൽ റിയൽ പാർട്ടിനെ ഒരുമിച്ചാക്കുക, അതായത് AC പ്ലസ് BD ഡിവൈഡഡ് ബൈ C² പ്ലസ് D². അതുപോലെ തന്നെ ഇമാജിനറി പാർട്ടിനെ ഒരുമിച്ചാക്കുക, പ്ലസ് BC മൈനസ് AD ഡിവൈഡഡ് ബൈ C² പ്ലസ് D² ഇൻറ്റു I. ഇതാണ് രണ്ട് കോംപ്ലക്സ് നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് കുറച്ച് പ്രോപ്പർട്ടീസാണ് കോംപ്ലക്സ് നമ്പറിൻ്റെ പ്രോപ്പർട്ടി. ഫെമിലിയർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസാണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, +1 പഠിക്കുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് വൺ കമ്മ്യൂട്ടേറ്റീവ് ലോ ഫോർ അഡിഷൻ. ഓക്കെ, കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ രണ്ട് കോംപ്ലക്സ് നമ്പർ എടുക്കുന്നു, Z1 Z2 രണ്ട് കോംപ്ലക്സ് നമ്പർ. ഇതിനകത്തുള്ള രീതിയല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ജസ്റ്റ് നൊട്ടേറ്റ് ചെയ്ത് പറയുകയാണ്. Z1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ, Z2 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ. ഓക്കെ, കമ്മ്യൂട്ടേറ്റീവ് ലോ ഫോർ അഡിഷൻ എന്ന് പറഞ്ഞാൽ Z1 പ്ലസ് Z2 നിങ്ങൾ എടുത്തിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ ഉണ്ടല്ലോ, Z1 പ്ലസ് Z2 എന്ന് പറയുന്നതും Z2 പ്ലസ് Z1 എന്ന് പറയുന്നതും, അതായത് രണ്ട് രീതിയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാലും എന്തോ ആയിരിക്കണം, സെയിം ആയിരിക്കണം. അതായത് Z1 പ്ലസ് Z2 എടുത്തു കഴിഞ്ഞാലും Z2 പ്ലസ് Z1 എടുത്തു കഴിഞ്ഞാലും സെയിം ആയിരിക്കും. അങ്ങനെയുള്ള പ്രോപ്പർട്ടിയാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയുന്നത് ഫോർ അഡിഷൻ. അതേപോലെ കമ്മ്യൂട്ടേറ്റീവ് ലോ ഫോർ മൾട്ടിപ്ലിക്കേഷൻ ഇതേപോലെ തന്നെയാണ്. രണ്ട് കോംപ്ലക്സ് നമ്പർ എടുക്കുന്നു, Z1 Z2. ഓക്കെ, അങ്ങനെയെങ്കിൽ Z1 ഇൻറ്റു Z2 എന്ന് പറയുന്നതും Z2 ഇൻറ്റു Z1 എന്ന് പറയുന്നതും സെയിം ആയിരിക്കണം. ഓക്കെ, അങ്ങനെ സെയിം ആയാൽ ആ പ്രോപ്പർട്ടിയാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ ഫോർ മൾട്ടിപ്ലിക്കേഷൻ. അടുത്തത് അസോസിയേറ്റീവ് ലോ ഫോർ അഡിഷൻ. അസോസിയേറ്റീവ് ലോ ആകുമ്പോഴത്തേക്ക് മൂന്ന് കോംപ്ലക്സ് നമ്പർ എടുക്കുന്നു, Z1 Z2 Z3. ഓക്കെ, ഫസ്റ്റ് Z1 പ്ലസ് Z2 പ്ലസ് Z3. ഓക്കെ, ഫസ്റ്റ് നമ്പറിന് അതുപോലെ ഇടുന്നു, രണ്ടാമത്തെ രണ്ട് നമ്പർ ആഡ് ചെയ്യുന്നു, Z2 പ്ലസ് Z3. ഓക്കെ, ഈ രണ്ടാമത്തെ നമ്പർ ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ ഫസ്റ്റ് നമ്പർ ആഡ് ചെയ്താലും ആദ്യത്തെ രണ്ട് നമ്പർ ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ മൂന്നാമത്തെ കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാലും സെയിം റിസൾട്ട് ആയിരിക്കും. അങ്ങനെയുള്ള ലോയാണ് അസോസിയേറ്റീവ് ലോ ഫോർ അഡിഷൻ എന്ന് പറയുന്നത്. സിമിലർ വേ തന്നെയാണ് മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോഴും, അത് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത് മാത്രമേ ഉള്ളൂ. അതായത് Z1 ഇൻറ്റു Z2 ഇൻറ്റു Z3, അതായത് രണ്ടാമത്തെയും മൂന്നാമത്തെയും കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്നു, Z2 Z3 മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ കൂടെ Z1 മൾട്ടിപ്ലൈ ചെയ്താലും ആദ്യത്തെ രണ്ട് കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്നു, Z1 Z2. അതിൻ്റെ കൂടെ മൂന്നാമത്തെ കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്നത് സെയിം റിസൾട്ട് ആയിരിക്കും. അതാണ് അസോസിയേറ്റീവ് ലോ ഫോർ മൾട്ടിപ്ലിക്കേഷൻ. ഫിഫ്ത്ത് വൺ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറഞ്ഞാൽ രണ്ട് ലോ പറയുന്നുണ്ട്. ഓക്കെ, മൂന്ന് കോംപ്ലക്സ് നമ്പർ Z1 Z2 Z3, അല്ലെങ്കിൽ ഇവർ എടുത്തിരിക്കുന്ന പോലെ തന്നെ Z1നെ A+IB എന്ന് എടുക്കാം, Z2നെ C+ID എന്ന് എടുക്കാം, Z3നെ E+IF എന്ന് എടുക്കാം. ഓക്കെ, ആദ്യം A+IB ഇൻറ്റു C+ID പ്ലസ് E+IF. ഓക്കെ, അതെന്ന് പറയുന്നത് സാധാരണ നമ്മൾ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനൊക്കെ തന്നെയാണ്. ആദ്യത്തെ കോംപ്ലക്സ് നമ്പറിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ A+IB ഇൻറ്റു C+ID പ്ലസ് A+IB ഇൻറ്റു E+IF എന്ന് കിട്ടും. അതാണ് ഫസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. സെക്കൻഡ് വൺ A+IB പ്ലസ് C+ID, ആദ്യത്തെ രണ്ട് കോംപ്ലക്സ് നമ്പർ നമ്മൾ ആഡ് ചെയ്യുന്നു, മൂന്നാമത്തതിനെ അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടീവ് ലോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഡിഷനും മൾട്ടിപ്ലിക്കേഷനും കൂടെ ചേർന്നാണ് വരുന്നത്. ഓക്കെ, A+IB പ്ലസ് C+ID ഇൻറ്റു E+IF. ഓക്കെ, നേരത്തെ ചെയ്തപോലെ തന്നെയാണ് ഈ ആഡ് ചെയ്തിരിക്കുന്ന ഓരോ ടേമും മൂന്നാമത്തെ ടേമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, A+IB ഇൻറ്റു E+IF പ്ലസ് C+ID ഇൻറ്റു E+IF. ഓക്കെ, ഈ ലോനെ വിളിക്കുന്ന പേരാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതായത് ഒരു കോംപ്ലക്സ് നമ്പർ, അതിന് ഒമേഗ എന്ന് വിളിക്കുന്നു, എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം. ഓക്കെ, ഒരു കോംപ്ലക്സ് നമ്പർ, ആ കോംപ്ലക്സ് നമ്പർ ദർ ഈസ് എ കോംപ്ലക്സ് നമ്പർ ഒമേഗ സച്ച് ദാറ്റ് A+BI പ്ലസ് ഒമേഗ ഈക്വൽ ടു A+B. ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ കൂടെ ഏത് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യുമ്പോഴാണോ അതേ കോംപ്ലക്സ് നമ്പർ തന്നെ കിട്ടുന്നത്. ഓക്കെ, എവിടെ എടുത്തിരിക്കുന്ന നോക്കുക, A+BI. ഓക്കെ, ആ കോംപ്ലക്സ് നമ്പറിനൂടെ ഏതോ ഒരു കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അതേ കോംപ്ലക്സ് നമ്പർ തന്നെ കിട്ടണം. ഏതായിരിക്കും അത്? 0 ആയിരിക്കും. ഓക്കെ, അതായത് ഏതൊരു നമ്പർ എടുത്താലും അതിൻ്റെ കൂടെ 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതേ നമ്പർ തന്നെ ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ 0 വിളിക്കുന്ന പേരാണ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ വരും, അത്രേ ഉള്ളൂ. ഒരു കോംപ്ലക്സ് നമ്പർ, ആ കോംപ്ലക്സ് നമ്പറിനൂടെ ഏതോ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ആ കോംപ്ലക്സ് നമ്പർ കിട്ടണം. അതായത് A+IB എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ എടുത്തു കഴിഞ്ഞാൽ ആ A+IBയുടെ കൂടെ ഏതോ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് A+IB തന്നെ കിട്ടണം. അങ്ങനെയെങ്കിൽ ആ കോംപ്ലക്സ് നമ്പർ ഏതായിരിക്കും? ഒറ്റയടിക്ക് തന്നെ പറയാം, 1 ആയിരിക്കും. ഓക്കെ, ഒരു നമ്പർ, ഒരു കോംപ്ലക്സ് നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ 1 മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് ആ കോംപ്ലക്സ് നമ്പർ തന്നെയായിരിക്കും. അങ്ങനെയെങ്കിൽ ആ കോംപ്ലക്സ് നമ്പർ, അതായത് 1 എന്ന് പറയുന്ന നമ്പറിന്, ഓക്കെ, 1 എന്ന് പറയുന്ന നമ്പറിനെ വിളിക്കുന്ന പേരാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. 1നെ 1+0 ആയി എഴുതാം, അതേപോലെ 0യെ 0+0 ആയി എഴുതാം. ഓക്കെ, അടുത്തത് അഡിറ്റീവ്
ഇൻവേഴ്സ്. ഓക്കെ, അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് നമ്പർ. ഓക്കെ, ഒരു കോംപ്ലക്സ് നമ്പർ എടുത്തു, ആ കോംപ്ലക്സ് നമ്പറിൻ്റെ കൂടെ ഏതോ ഒരു കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 0 കിട്ടണം. ഓക്കെ, ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ കൂടെ ഏതോ ഒരു കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 0 കിട്ടണം. അങ്ങനെ 0 വരണമെങ്കിൽ ഒരേ നമ്പറാണ് പോസിബിൾ ആയിട്ടുള്ളത്. അതായത് ഏത് കോംപ്ലക്സ് നമ്പറാണോ എടുക്കുന്നത് അതിൻ്റെ നെഗറ്റീവ് സൈൻ ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പം a+bi ആണെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് സൈൻ എന്തായിരിക്കും വരുന്നത്? -a - bi ആയിരിക്കും. ഓക്കെ, അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 0 ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ a+bi എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ഏതാണെന്ന് പറയാം? -a - bi ആണെന്ന് പറയാം. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു കോംപ്ലക്സ് നമ്പർ a+bi. ഓക്കെ, ഒരു കോംപ്ലക്സ് നമ്പർ എടുക്കുന്നു, ആ കോംപ്ലക്സ് നമ്പറിലൂടെ ഏതോ ഒരു കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 കിട്ടണം. ഓക്കെ, ഇവിടെ എഴുതിയിരിക്കുന്ന നോക്കുക, a+bi ഇൻറ്റു ഏതോ ഒരു കോംപ്ലക്സ് നമ്പർ, അതിനെ x+iy എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, ആ കോംപ്ലക്സ് നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 1 കിട്ടണം. ഓക്കെ, അങ്ങനെ 1 കിട്ടണമെങ്കിൽ ഏതായിരിക്കണം ആ കോംപ്ലക്സ് നമ്പർ, അതായത് x+iy ഏതാണെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അത് ഡയറക്റ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിനെ ആദ്യം നമ്മളൊന്ന് സോൾവ് ചെയ്യുന്നു. ആദ്യം സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. രണ്ട് കോംപ്ലക്സ് നമ്പർ a+bi ഇൻറ്റു x+iy എന്ന് എഴുതിയിട്ടുണ്ട്. അത് ആദ്യം അകത്തോട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്ത് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സെപ്പറേറ്റ് ചെയ്യുക. സെപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ മൂന്നാമത്തെ ലൈനിൽ എഴുതിയേക്ക് നോക്കുക, ax - by പ്ലസ് i ഇൻറ്റു ay + bx ഈക്വൽ ടു 1 + 0 എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഇക്വേറ്റിംഗ് റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ്. രണ്ട് സൈഡ് ഇക്വേറ്റ് ചെയ്യുക. റിയൽ പാർട്ട് എന്ന് വെച്ചാൽ ax - by, അതിൻ്റെ റൈറ്റ് സൈഡ് റിയൽ പാർട്ട് 1 എന്ന് വരും. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. അടുത്തത് ഇമാജിനറി പാർട്ട് ay + bx, അതിൻ്റെ റൈറ്റ് സൈഡിലൊരു ഇമാജിനറി പാർട്ട് 0 ആണ്, 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തു. ഓക്കെ, ആ രണ്ട് ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്യുന്നു. സോൾവ് ചെയ്യുന്നത് ഫ്രം 2, ഇക്വേഷൻ 2 നിന്ന് bx ഈക്വൽ ടു -ay എന്ന് കിട്ടും. അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ -ay/b എന്ന് വരും. ഓക്കെ, ആ കിട്ടിയ എക്സിൻ്റെ വാല്യൂ എടുത്ത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം a ഇൻറ്റു ആണ്ട് ഇക്വേഷൻ നമ്പർ 1 ax - by എന്നാണ്. എക്സിന് പകരം -ay/b എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അന്നേരം a ഇൻറ്റു -ay/b - by ഈക്വൽ ടു 1 എന്ന് വരും. അതൊന്ന് സോൾവ് ചെയ്യുന്നു. സോൾവ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയാം. സോൾവ് ചെയ്ത് അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ടേം വരും. മൂന്നാമത്തെ ടേം -a² y - b² y ഈക്വൽ ടു b എന്ന് വരും. അതിൽ നിന്ന് -y കോമൺ എടുക്കുന്നു. -y കോമൺ എടുക്കുന്ന a² + b² ഈക്വൽ ടു b എന്ന് വരും. അതിൽ നിന്ന് y ഈക്വൽ ടു -b ഡിവൈഡഡ് ബൈ a² + b² എന്ന് കിട്ടും. അപ്പോൾ വൈയുടെ വാല്യൂ കിട്ടി. ഓക്കെ, ആ വൈയുടെ വാല്യൂ എടുത്ത് നമ്മൾ തൊട്ട് മുമ്പ് എഴുതി വെച്ചിരിക്കുന്ന ഇക്വേഷൻ ഉണ്ട്. നമ്മുടെ ഇക്വേഷൻ നമ്പർ 3 എഴുതി വെച്ചിട്ടുണ്ട് എക്സിൻ്റെ വാല്യൂ ആയിട്ട്. ഓക്കെ, അതിനകത്ത് വൈയുടെ ടേം ഉണ്ട്. ആ വൈയുടെ വാല്യൂ ഈ എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഈ എക്സിൻ്റെ ഇക്വേഷൻ ഉണ്ടല്ലോ 3 എന്ന് പറയുന്ന ഇക്വേഷൻ, അതിനകത്തോട്ട് y ഉള്ള ടേമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് x ഈക്വൽ ടു -a/b ഇൻറ്റു -b/a² + b² എന്ന് വരും. അതായത് x ഈക്വൽ ടു a/a² + b² എന്ന് വരും. അതായത് എക്സിൻ്റെ വൈയുടെ വാല്യൂ കിട്ടി. നമ്മൾ എടുത്തിരിക്കുന്ന x+iy എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് ഇങ്ങനെ വരും. അന്നേരം എക്സിന് വരെ a/a² + b² എന്ന് കൊടുക്കുക, വൈക്ക് വരെ -b/a² + b² എന്ന് കൊടുക്കുക. ഇതാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അതായത് ഒരു കോംപ്ലക്സ് നമ്പർ a+ib എന്ന് പറയുന്നൊരു കോംപ്ലക്സ് നമ്പറിൻ്റെ കൂടെ ഏത് കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലാണോ 1 കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കോംപ്ലക്സ് നമ്പറാണ് ഈ എഴുതിയിരിക്കുന്നത് a/a² + b² -b/a² + b² ഇൻറ്റു i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 1 കിട്ടുന്നത്. ഇതാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ചെയ്തിരിക്കുന്ന സ്റ്റെപ്പൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ബോഡി ചെയ്യാൻ പറ്റത്തില്ല. ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് പരിമിതികളുണ്ട്. അതുകൊണ്ട് നിങ്ങളിതൊക്കെ ഒന്ന് നോട്ട് ബുക്കിലോട്ട് എഴുതണം, ഒന്ന് ചെയ്ത് നോക്കണം. അടുത്തതൊരു ഡെഫിനിഷനാണ്. കൺസിഡർ എ കോംപ്ലക്സ് നമ്പർ z ഈക്വൽ ടു a+bi. ഒരു കോംപ്ലക്സ് നമ്പർ z ഈക്വൽ ടു a+b എടുക്കുന്നു. ഇഫ് a ഈസ് 0, ആ കോംപ്ലക്സ് നമ്പറിൻ്റെ a എന്ന് പറയുന്ന നമ്പർ 0 ആണെന്ന് വിചാരിക്കുക. a 0 ആയി കഴിഞ്ഞാൽ കിട്ടുന്നത് പിന്നെ z ഈക്വൽ ടു bi എന്നായിരിക്കുമല്ലോ. അങ്ങനെയെങ്കിൽ ആ കോംപ്ലക്സ് നമ്പറിനെ വിളിക്കുന്നതാണ് പ്യുവർ ഇമാജിനറി നമ്പർ എന്ന് പറയും. അതായത് ഒരു പ്യുവർ ആയിട്ടുള്ളൊരു ഇമാജിനറി നമ്പറാണത്. ഓക്കെ, അതായത് റിയൽ പാർട്ട് ഇല്ല. ഓക്കെ, z ഈക്വൽ ടു bi എന്ന് മാത്രമാണ് നടക്കുന്നത്. അങ്ങനെയെങ്കിൽ അതൊരു പ്യുവർ ഇമാജിനറി നമ്പർ ആയിരിക്കും. ഓക്കെ, ഇനി 1-2 ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്യാനുള്ളത്. അത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് സോൾവ് ചെയ്യാനൊക്കെ. +1-ന് a+ib ഫോമിലോട്ട് മാറ്റുന്നത്. ഫൈൻഡ് ദ കോഷ്യൻ. ഇവിടെ ഒരു കോഷ്യൻ്റ് കണ്ടുപിടിക്കാനായി വെച്ചിരിക്കുന്നത് 6 + 2i -1 + 3i ഡിവൈഡഡ് ബൈ -1 + i -2. ഓക്കെ, ആദ്യം ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് എടുത്തെഴുതി. ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ കോഷ്യൻ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് a+ib ഫോമിലോട്ട് മാറ്റാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആദ്യം തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എടുത്തെഴുതി. ന്യൂമറേറ്ററിൽ നെഗറ്റീവ് ഭാഗത്തോട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നെഗറ്റീവ് ഭാഗത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 + 2i -1 - 3 എന്ന് വരും. ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റ് ഡിനോമിനേറ്ററിൻ്റെ ബ്രാക്കറ്റ് മാറ്റുമ്പോൾ -1 + i -2 എന്ന് വരും. ഇനി കൂട്ടാൻ പറ്റുന്ന നമ്പേഴ്സ്, ഒരേപോലത്തെ നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ് ഒന്ന് ആഡ് ചെയ്യുന്നു. അതായത് 6 - 1 5 എന്ന് വരും. അടുത്ത i ഉള്ള ടേമിനെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് -i എന്ന് വരും. ഡിവൈഡഡ് ബൈ താഴെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ i - 3 എന്ന് വരും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡിനോമിനേറ്ററിൽ ഒരു കോംപ്ലക്സ് നമ്പർ വന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ കോംപ്ലക്സ് നമ്പറിൻ്റെ ഡിവിഷൻ പറഞ്ഞായിരുന്നു. ഡിനോമിനേറ്ററിൽ ഒരു കോംപ്ലക്സ് നമ്പർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, കോൺജുഗേറ്റ് i - 3യുടെ കോൺജുഗേറ്റ് എന്ന് വെച്ചാൽ
ഐക്കാണ് സൈൻ ചേഞ്ച് വരുന്നത്. പെട്ടെന്ന് തെറ്റിക്കരുത്. I-3യുടെ കോൺജുഗേറ്റ് I+3 എന്ന് എഴുതി വെക്കരുത്. ഓക്കെ, I-3യുടെ കോൺജുഗേറ്റ് -I-3 ആണ്. അതുകൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്നതായി താഴെ കാണുന്ന പോലെ വരും. അതൊന്ന് അറേഞ്ച് ചെയ്യുക. അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് -16 - 2i ഡിവൈഡഡ് ബൈ 10 എന്ന് വരും. അതിനെ സെപ്പറേറ്റ് ചെയ്യാം, ടേം ബൈ ടേം ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതായത് -16 ഡിവൈഡഡ് ബൈ 10 -2i ഡിവൈഡഡ് ബൈ 10 എന്ന് വരും. ക്യാൻസൽ ചെയ്യുമ്പോൾ -8/5 -1/5i എന്ന് വരും. ഓക്കെ, ഇതാണ് ആ തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ A+IB ഫോം. ഇനി 1-2 ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് നോക്കുക. 5 ക്വസ്റ്റ്യൻ ഉണ്ട്. റൈറ്റ് ദി നമ്പർ ഇൻ ദി ഫോം A+BI. A+BI ഫോമിലോട്ടൊന്ന് മാറ്റാനാണ്. A+BI ഫോമിലോട്ട് മാറ്റാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ -3 × i/2. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. അത് A+IB ഫോമിൽ തന്നെയാണ്. ആദ്യം ഒരു 0 കൊടുത്താൽ മതി. അതിന് 0 - 3/2i എന്ന് എഴുതാമല്ല, വിച്ച് ഇസ് ഓഫ് ദി ഫോം A+IB. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. 8+i -i+i. അതിനകത്തും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. മൈനസ് ഒന്ന് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അന്നേരം അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8+i -5 - i എന്ന് വരും. ഓക്കെ, i - i ക്യാൻസൽ ആവും. ബാക്കി 8 - 5 3 എന്ന് മാത്രമാണ് വരുന്നത്. അത് റിയൽ നമ്പറാണ്. നമ്മൾ കറക്റ്റ് A+IB ഫോമിലോട്ട് മാറ്റാനായിട്ട് ഒരു 0i കൊടുത്തായി. അന്നേരം 3 + 0i എന്ന് വരും. അതാണ് A+IB ഫോം. ഇനി അടുത്തത് 2/i. 2/i പ്രത്യേകം ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഡിനോമിനേറ്ററിൽ i മാത്രം വന്നു കഴിഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കുക, 1/i എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് -i എന്നാണ്. 1/i എന്ന് പറഞ്ഞാൽ -i. അത് നോട്ട് ചെയ്ത് വെച്ചോണം. അത് ഇടയ്ക്കിടയ്ക്ക് ചില സ്ഥലങ്ങളിലൊക്കെ വരും. അന്നേരം ഡയറക്റ്റ് നമുക്ക് അതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ നിൽക്കേണ്ട. 1/i എന്ന് വെച്ചാൽ -i ആണ്. ഓക്കെ, അതായത് 2/i എന്ന് പറയുമ്പോൾ അന്നേരം -2i ആവും. അതായത് 0 - 2i എന്ന് എഴുതാം. അതാണ് കോംപ്ലക്സ് നമ്പർ. അടുത്തത് 8i - 1 ഡിവൈഡഡ് ബൈ i. വീണ്ടും അവിടെ 1/i ഒന്നുണ്ട്. 1/i -i എന്നാക്കുക. അന്നേരം -i × 8i - 1 എന്ന് വരും. ആ -i അകത്തോട്ട് മൾട്ടിപ്ലൈ തന്നെ ഒരു കോംപ്ലക്സ് ഫോം കിട്ടും, 8+i. അടുത്തത് 3/i + i/3. ഓക്കെ, 3/i. ഓക്കെ, അതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ 3 × 3 9 എന്ന് വരും. പ്ലസ് i × i സ്ക്വയർ എന്ന് വെച്ചാൽ -1 ആണ്. അന്നേരം 9 - 1 ഡിവൈഡഡ് ബൈ 3i എന്ന് വരും. ഓക്കെ, വീണ്ടും ഡിവൈഡഡ് ബൈ ഒരു 1/i വന്നിട്ടുണ്ട്. 1/i എന്ന് വെച്ചാൽ -i. ബാക്കി വരുന്നത് 8/3 എന്ന് വരും. അത് അറേഞ്ച് ചെയ്യുന്നതിന് 0 - 8/3 എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ കോംപ്ലക്സ് നമ്പർ z = -1 + i സാറ്റിസ്ഫൈസ് ദ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ എന്തുണ്ട്? ആ ഇക്വേഷൻ തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ സാറ്റിസ്ഫൈ ചെയ്യുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പണ്ട് തൊട്ടേ പഠിക്കുന്നതാണ്. തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റൈറ്റ് സൈഡിലുള്ള 0 എന്നുള്ള ടേം 0 ആണല്ലോ ഇവിടെ തന്നിരിക്കുന്നത്. റൈറ്റ് സൈഡിലുള്ള 0 കിട്ടിയാൽ സാറ്റിസ്ഫൈ ചെയ്തു, 0 കിട്ടിയില്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്തില്ല. ഓക്കെ, ആ തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡ് എടുത്ത് എഴുതുക. z² + 2z + 2. ഏത് കോംപ്ലക്സ് നമ്പറാണോ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്ന് നോക്കാനുള്ളത്, ആ കോംപ്ലക്സ് നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അറേഞ്ച് ചെയ്യുക. അറേഞ്ച് ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടും. 0 എന്ന് കിട്ടിയതുകൊണ്ട് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നു. അടുത്ത ഒരു റിസൾട്ടാണ്. അത് നിങ്ങൾ +1 പഠിക്കുന്നതാണ്. ഐയുടെ പവർ വരുന്നത് നിങ്ങൾക്കറിയാം. i² എന്ന് വെച്ചാൽ -1 ആണ്. ഓക്കെ, i³ ആകുമ്പോഴത്തേക്ക് -1 × i -i എന്ന് വരും. i⁴ എന്ന് വെച്ചാൽ 1 വരും. അങ്ങനെ പോകും. ഓക്കെ, അതായത് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു മാർഗ്ഗമാണ്. i⁴k. i⁴k എന്ന് പറഞ്ഞാൽ ഐയുടെ പവർ 4 4ൻ്റെ മൾട്ടിപ്ലോ ഏത് വന്നു കഴിഞ്ഞാലും 1 ആയിരിക്കും. 4, 8, 12, 16 അങ്ങനെയുള്ളത് 1 ആയിരിക്കും. 4ൻ്റെ മൾട്ടിപ്പിളിനേക്കാൾ 1 കൂടിയാൽ i⁵, i⁹, i�13 അങ്ങനെ വന്നു കഴിഞ്ഞാൽ വാല്യൂ i ആയിരിക്കും. ഓക്കെ, ഇനി ഐയുടെ പവർ 4ൻ്റെ പവറിനേക്കാൾ 2 കൂടിയാൽ വാല്യൂ -1 ആയിരിക്കും. അടുത്തത് ഐയുടെ പവർ 4ൻ്റെ മൾട്ടിപ്പിളിനേക്കാൾ 3 കൂടിയാൽ അതിൻ്റെ വാല്യൂ -i ആയിരിക്കും. ഓക്കെ, ഇതാണ് ആ പറഞ്ഞിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇവാലുവേറ്റ് 3i⁻11 + 6i³ + 8 ഡിവൈഡഡ് ബൈ i⁻20 + i⁻−1. ആദ്യം ആ ഐയുടെ ടേമുകളൊക്കെ ഞാൻ കണ്ടുപിടിക്കാം. i⁻2 i⁻11 3i⁻11. ഓക്കെ, i⁻11 എന്ന് വെച്ചാൽ അതിനെ 4ൻ്റെ മൾട്ടിപ്പിളായിട്ട് എഴുതാമല്ലോ. അതായത് i⁻8 + 3 എന്ന് എഴുതാമല്ലോ. ഓക്കെ, അതായത് 4ൻ്റെ മൾട്ടിപ്പിളിലൂടെ 3 ആഡ് ചെയ്തേക്കുക. 4ൻ്റെ മൾട്ടിപ്പിളിലൂടെ 3 ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്തോ വരും? -i എന്ന് വരും. അടുത്തത് i³ എന്ന് വെച്ചാൽ നമുക്കറിയാം i² -1 ആണ്. അതിൻ്റെ കൂടെ ഐയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -i എന്ന് വരും. ഓക്കെ, അടുത്ത 1/i⁻20 i⁻1/i⁻20 i⁻20 എന്ന് വെച്ചാൽ 4ൻ്റെ മൾട്ടിപ്പിൾ ആണല്ലോ. 4ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അതായത് 1/1 = 1 എന്ന് വരും. അടുത്തത് i⁻−1 i⁻−1 വെച്ചാൽ 1/i എന്ന് എഴുതാമല്ല. 1/i എന്ന് വെച്ചാൽ എന്താണ്? -i. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, ഈ കിട്ടിയ വാല്യൂസ് എല്ലായിടത്തും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് 3 × -i + 6 × -i + 8 × 1 -i എന്ന് വരും. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 8 - 10i എന്ന് വരും. 8 - 10i. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് +1-ന്. അടുത്ത ഇതിൻ്റെ ബാക്കിയുള്ള ടോപ്പിക്കുകൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, ഗുഡ് ബൈ.